ഈ രൂപം ആരുടേതാണെന്ന് ചോദിച്ചാൽ നമുക്കെല്ലാവർക്കും സുപരിചിതമാണ് പപ്പാഞ്ഞി. ഈ വ്യക്തിയുടെ പേര് നിക്കോളാസ് എന്നാണ്. എങ്ങനെയാണ് ഈ നിക്കോളാസ് പപ്പാഞ്ഞിയായത്? മറ്റുള്ളവർ അറിയാതെ അവരെ സഹായിക്കുക എന്നതാണ്. ആ കുടുംബത്തിലെ മാതാപിതാക്കൾ വളരെ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ രാത്രിയുടെ മറവിൽ അവർ പോലും അറിയാതെ ആ കുടുംബത്തിലേക്ക് സ്വർണ്ണക്കട്ടകൾ സമ്മാനമായിട്ട് കൊടുത്തു എന്നാണ് പറയുന്നത്. അങ്ങനെ അത് സാന്താക്ലോസ് ആയിട്ട് മാറി. ലോകം മുഴുവനിലും പ്രചാരത്തിലായ ഈ സാന്താക്ലോസിന്റെ രൂപം ഇതല്ല സെയിൻറ്റ് നിക്കോളാസിൻ്റെ യഥാർത്ഥമായിട്ടുള്ള രൂപം, യഥാർത്ഥമായിട്ടുള്ള ഭാവം. കൊക്കക്കോള കമ്പനി തങ്ങളുടെ പ്രോഡക്റ്റ് വിറ്റഴിക്കുന്നതിൻ്റെ ഭാഗമായി അവൻ്റെ ആവിഷ്കാര സ്വാതന്ത്ര്യം ഉപയോഗിച്ച് അവൻ നിർമ്മിച്ചെടുത്ത ഒരു രൂപമാണ് ഇന്ന് ലോകം മുഴുവനും പ്രചാരത്തിലിരിക്കുന്ന ഈ സാന്താക്ലോസ്. കൊക്കക്കോള കമ്പനിയുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയായി പുറത്തേക്കിറങ്ങിയ സാന്താക്ലോസ് ഇന്ന് ലോകം മുഴുവനും പ്രചാരത്തിലായപ്പോൾ യഥാർത്ഥത്തിലുള്ള വിശുദ്ധ നിക്കോളാസിനെ ലോകം മറന്നുപോയി. പ്രിയമുള്ളവരെ, ഈ രൂപം ആരുടേതാണെന്ന് ചോദിച്ചാൽ നമുക്കെല്ലാവർക്കും സുപരിചിതമാണ്. പപ്പാഞ്ഞി, ക്രിസ്മസ് പാപ്പ, സാന്താക്ലോസ് എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്ന നമ്മളുടെ പ്രിയപ്പെട്ട പപ്പാഞ്ഞി. പ്രിയമുള്ളവരെ, ഈ ഒരു രൂപം കാണുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് സ്വാഭാവികമായിട്ടും ഒരു സന്തോഷത്തിൻ്റെ അല്ലെങ്കിൽ ഒരു സമാധാനത്തിൻ്റെ അല്ലെങ്കിൽ സമ്മാനങ്ങളുടെയൊക്കെ ഓർമ്മകൾ വരാറുണ്ട് എങ്കിലും യഥാർത്ഥത്തിൽ ഇതാരാണെന്ന് നമ്മളുടെയൊക്കെ ഹൃദയത്തിൽ നാം അടിവരയിട്ട് എഴുതേണ്ട ഒരു വസ്തുതയുണ്ട്. പ്രിയമുള്ളവരെ, ഈ വ്യക്തിയുടെ പേര് നിക്കോളാസ് എന്നാണ്. AD 270 ഇന്നത്തെ തുർക്കിയിൽ, അന്ന് പത്താര എന്നറിയപ്പെടുന്ന തുർക്കിയിലെ ഒരു പ്രദേശത്ത് ജനിച്ച് 73 വയസ്സുവരെ ഈ ലോകത്ത് ജീവിച്ച് ഒരു മെത്രാനായി മരണമടഞ്ഞ് ഇന്ന് കത്തോലിക്ക സഭ പരസ്യമായി വണങ്ങുന്ന വിശുദ്ധ നിക്കോളാസാണ് നമ്മളുടെയൊക്കെ പ്രിയപ്പെട്ട പപ്പാഞ്ഞി, ക്രിസ്മസ് പാപ്പ, സാന്താക്ലോസ്. എങ്ങനെയാണ് ഈ നിക്കോളാസ് പപ്പാഞ്ഞിയായത്? അത് അറിയുന്നതിന് മുമ്പ് ഈ നിക്കോളാസിൻ്റെ ജീവിത വിശുദ്ധിയെപ്പറ്റി ഒന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് വളരെ അത്യാവശ്യമാണ്. നിക്കോളാസ് ഈ ലോകത്ത് ജീവിച്ചിരുന്നപ്പോൾ നിക്കോളാസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മറ്റുള്ളവർ അറിയാതെ അവരെ സഹായിക്കുക എന്നതാണ്. അതിന് ഉപോത്ബലകമായിട്ടുള്ള ഒരു ചരിത്ര സംഭവം വിശുദ്ധൻ്റെ ജീവചരിത്രവുമായി ബന്ധപ്പെട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്. ഒരു കുടുംബത്തിൽ 3 പെൺകുട്ടികൾ ജീവിച്ചിരുന്നു. അവർ വിവാഹപ്രായം എത്തിയപ്പോൾ അവരെ വിവാഹം കഴിച്ചു കൊടുക്കാനായിട്ട് സാമ്പത്തികമായി വളരെയധികം പിന്നോക്കാവസ്ഥയിലുള്ള ആ കുടുംബത്തിന് സാധിച്ചില്ലെന്നാണ് പറയുന്നത്. ആ കുടുംബത്തിലെ മാതാപിതാക്കൾ വളരെ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ ഇത് മനസ്സിലാക്കിയ നിക്കോളാസ് രാത്രിയുടെ മറവിൽ അവർ പോലും അറിയാതെ ആ കുടുംബത്തിലേക്ക് സ്വർണ്ണക്കട്ടകൾ സമ്മാനമായിട്ട് കൊടുത്തു എന്നാണ് പറയുന്നത്. പല തവണകളിലായി ആ കുടുംബത്തിലേക്ക് സമ്മാനത്തിൻ്റെ അല്ലെങ്കിൽ സ്വർണ്ണ സമ്മാനങ്ങൾ വന്ന് വീഴുന്നതിൻ്റെ പിന്നിൽ ആരാണ് എന്ന് അവർക്ക് പോലും അറിയില്ലായിരുന്നു. ഈ ഒരു ചരിത്ര സംഭവമാണ് ഈ നിക്കോളാസിനെ ഇത്രമാത്രം ജനഹൃദയങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുവാനായിട്ട് പ്രേരിപ്പിച്ചത്. പ്രിയമുള്ളവരെ, ഈ വിശുദ്ധൻ്റെ തിരുനാൾ ഡിസംബർ 6-ാം തീയതിയാണ് നമ്മൾ ആഘോഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ തിരുനാൾ ദിവസം പരസ്പരം സമ്മാനങ്ങൾ കൈമാറുന്ന ഒരു ദിവസമായിട്ട് യൂറോപ്പിലും മറ്റ് സ്ഥലങ്ങളിലും ആഘോഷിക്കപ്പെടുകയുണ്ടായി. നിക്കോളാസ് വിശുദ്ധനായപ്പോൾ ലത്തീനിലും ഗ്രീക്കിലും സെയിൻറ്റ് നിക്കോളാസ് എന്നറിയപ്പെട്ടു. അത് ഡച്ച് ഭാഷയിലേക്ക് വന്നപ്പോൾ സിൻറ്റ് നിക്കോളാസ് എന്ന് വിളിക്കാനായിട്ടിടയായി. ഈ സിൻറ്റ് നിക്കോളാസ് എന്നത് ഒരുമിച്ച് പെട്ടെന്ന് പറയുന്നതിനിടയിൽ അത് സിൻഡർ ക്ലൗസ് ആയിട്ട് മാറുക. അങ്ങനെ ഡച്ചുകാരുടെ ഇടയിൽ ഈ സെയിൻറ്റ് നിക്കോളാസിന് സിൻഡർ ക്ലാസ് എന്ന ഒരു പേര് രൂപം കൊണ്ടു. ഈ സിൻഡർ ക്ലാസ് എന്ന പേര് രൂപം കൊണ്ടത് മാത്രമല്ല, ആ തിരുനാൾ വളരെ ആഘോഷപൂർവമായിട്ട് പരസ്പരം സമ്മാനങ്ങൾ കൈമാറുന്ന ഒരു ആഘോഷത്തിൻ്റെ ദിനമായിട്ട് അവർ ആഘോഷിച്ചിരുന്നു. ഈ ഡച്ചുകാർ അമേരിക്കയിലേക്ക് കുടിയേറി പാർത്തപ്പോൾ ഇവരുടെ ജീവിതത്തിൻ്റെ ഈ ചില നല്ല സമ്പ്രദായങ്ങളും അവർ അമേരിക്കയിലേക്ക് കൊണ്ടുവന്നു. ന്യൂയോർക്കിൽ അവർ താമസം ആരംഭിച്ചപ്പോൾ ഇവർ ഈ ഡിസംബർ 6-ാം തീയതി ഈ വിശുദ്ധൻ്റെ തിരുനാൾ ആഘോഷിച്ചപ്പോൾ ഇതിനെ സിൻഡർ ക്ലാസ് എന്ന് അവർ വിളിച്ചപ്പോൾ അത് അവിടെ ഉണ്ടായിരുന്ന അമേരിക്കക്കാർക്ക് അത് കേട്ടത് സാന്താക്ലോസ് എന്നാണ്. അങ്ങനെ അത് സാന്താക്ലോസ് ആയിട്ട് മാറി. ആ സാന്താക്ലോസ് ഇന്ന് ലോകം മുഴുവനും പ്രചാരത്തിലാണ്. പ്രിയമുള്ളവരെ, ലോകം മുഴുവനിലും പ്രചാരത്തിലായ ഈ സാന്താക്ലോസിൻ്റെ രൂപം ഇതല്ല സെയിൻറ്റ് നിക്കോളാസിൻ്റെ യഥാർത്ഥമായിട്ടുള്ള രൂപം, യഥാർത്ഥമായിട്ടുള്ള ഭാവം. സെയിൻറ്റ് നിക്കോളാസ് എന്നേക്കാൾ മെലിഞ്ഞാണ് ഇരിക്കുന്നത്. എന്നേക്കാളും നല്ല ഉയരമുണ്ട്. നല്ല ആരോഗ്യ ദൃഢഗാത്രനായ ഒരു വ്യക്തിത്വം. പിന്നെ എങ്ങനെ ഈ ഒരു രൂപം നിലവിൽ വന്നു എന്ന് ചോദിച്ചാൽ 1931 കൊക്കക്കോള കമ്പനി തങ്ങളുടെ പ്രോഡക്റ്റ് വിറ്റഴിക്കുന്നതിൻ്റെ ഭാഗമായി
സൺബ്ലോം എന്നു പേരുള്ള ഒരു ചിത്രകാരനെ വാടകയ്ക്കെടുത്ത് സെയിൻറ്റ് നിക്കോളാസിനെ അല്ലെങ്കിൽ സാന്താക്ലോസിനെ നിന്റേതായ ഭാവനയിൽ സുന്ദരമായി ആവിഷ്കരിക്കാനായിട്ട് ആവശ്യപ്പെടുകയാണ്. അങ്ങനെ നിന്റെ ഭാവനയിൽ നിനക്കിഷ്ടമുള്ള രീതിയിൽ, ജനങ്ങൾക്ക് ആകർഷകമായ രീതിയിൽ ആവിഷ്കരിക്കണം എന്ന് ആവശ്യപ്പെട്ടപ്പോൾ അവൻ്റെ ആവിഷ്കാര സ്വാതന്ത്ര്യം ഉപയോഗിച്ച് അവൻ നിർമ്മിച്ചെടുത്ത ഒരു രൂപമാണ് ഇന്ന് ലോകം മുഴുവനും പ്രചാരത്തിലിരിക്കുന്ന ഈ സാന്താക്ലോസ്. പ്രിയമുള്ളവരെ, യഥാർത്ഥ സാന്താക്ലോസിൻ്റെ ഭാവവും രൂപവും ഇതല്ല എന്ന് പറയാൻ പറ്റില്ല. ഭാവം ഏതാണ്ട് ഇത് തന്നെയാണ്. വളരെ ശാന്തമാണ്, ഒരുപാട് സമ്മാനങ്ങൾ എപ്പോഴും ഉണ്ടാകും, അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കണമെന്ന ആഗ്രഹം ഉള്ളിലുണ്ട്. അങ്ങനെ കൊക്കക്കോള കമ്പനിയുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയായി പുറത്തേക്കിറങ്ങിയ സാന്താക്ലോസിന് ലോകം മുഴുവനും പ്രചാരത്തിലായപ്പോൾ യഥാർത്ഥത്തിലുള്ള വിശുദ്ധ നിക്കോളാസിനെ ലോകം മറന്നുപോയി. പ്രിയമുള്ളവരെ, ഇനി സാന്താക്ലോസിനെ കാണുമ്പോൾ ഓർമ്മയിൽ വരേണ്ടത് സെയിൻറ്റ് നിക്കോളാസാണ്. ഈ നിക്കോളാസ് അവൻ്റെ ജീവിതത്തിൽ പാലിച്ച ഏറ്റവും വലിയ പുണ്യം, മറ്റുള്ളവർ അറിയാതെ അവരുടെ ജീവിതത്തിൻ്റെ സങ്കടങ്ങൾ മനസ്സിലാക്കി അവർ പോലും അറിയാതെ അവരിലേക്ക് പെയ്തിറങ്ങാൻ ആഗ്രഹിച്ചിരുന്ന, ആ ആഗ്രഹം പ്രായോഗിക തലത്തിലെത്തിക്കുവാൻ വിജയിച്ചിരുന്ന സെയിൻറ്റ് നിക്കോളാസ് ഇന്ന് നമ്മളുടെ ഉള്ളിൽ പപ്പാഞ്ഞിയായി, സാന്താക്ലോസായി, ക്രിസ്മസ് പാപ്പയായി രൂപപ്പെട്ടപ്പോൾ ഓർക്കണം, ഇത് ആഘോഷിക്കപ്പെടേണ്ട ഒരു കാര്യം മാത്രമല്ല, മറിച്ച് വ്യക്തിപരമായിട്ട് ആസ്വദിക്കേണ്ട ഒരു കാര്യം. ഈ ക്രിസ്മസ് പാപ്പായെ, ഈ പപ്പാഞ്ഞിയെ, ഈ സാന്താക്ലോസിനെ ഇനി കാണുമ്പോൾ നമ്മളുടെ മനസ്സിലേക്ക് ഓർമ്മ വരേണ്ടത് സെയിൻറ്റ് നിക്കോളാസാണ്. തലയിൽ മെത്രാൻ്റെ തൊപ്പി ധരിച്ച്, കയ്യിൽ അംശവടി സ്വീകരിച്ച്, തൻ്റെ സുന്ദരമായ മെത്രാൻ വേഷം ധരിച്ച് അപരന് സഹായിക്കാനുള്ള താല്പര്യത്തോടുകൂടെ വഴിനീളെ നടന്നു പോകുന്ന ആ വിശുദ്ധൻ്റെ ഭാവം നമുക്കും ഉള്ളിലേക്ക് സ്വീകരിക്കാം. അപരൻ്റെ ഹൃദയത്തിലെ ആവശ്യം തിരിച്ചറിഞ്ഞ് അവൻ പോലും അറിയാതെ അവനിലേക്ക് ഒരു സഹായമായി എനിക്ക് പെയ്തിറങ്ങാൻ പറ്റുമെങ്കിൽ ഞാൻ അവിടെ വിശുദ്ധ നിക്കോളാസായി അവതരിക്കുകയാണ്. അതേ പ്രിയമുള്ളവരെ, ഈ ലോകത്തിന് ഇന്ന് ആവശ്യം പപ്പാഞ്ഞിമാരെയോ സാന്താക്ലോസിനെയോ ക്രിസ്മസ് പാപ്പായെയോ അല്ല, മറിച്ച് വിശുദ്ധ നിക്കോളാസിൻ്റെ ജീവിത വിശുദ്ധി ഉൾക്കൊള്ളുന്ന ഒരു യഥാർത്ഥമായ ജീവിത വ്യക്തിത്വങ്ങളെയാണ്. അങ്ങനെയുള്ള ഒരു വ്യക്തിത്വമായിട്ട് മാറാൻ ഉണ്ണീശോയെ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല ഒരു ക്രിസ്മസ് കാലഘട്ടം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ആശംസിക്കുന്നു. ഈശോ മിശിഹായിക്കും സ്തുതിയായിരിക്കട്ടെ.